അപ്പൊ നമുക്ക് ഇതുണ്ട് ഫിനിഷ് ചെയ്യാം. അങ്ങനെ ആട്ടെ. യൂസുഫ് അലി പലതും പറയും, അത് നിങ്ങൾ കേൾക്കരുതല്ലേ? നമുക്ക് അതാണ്ട് ഉറപ്പിക്കാം. ഇതാ യൂസുഫ് അലി. യൂസേ നല്ലൊരു ബിസിനസ് ആയിട്ടുണ്ട്, നോക്കിയാലോ? എന്താണ്? പഞ്ചർ കടയാണ്. നല്ല ഫ്രഷ് ഐഡിയ ആണ്, ഒരു മനുഷ്യന് ചെയ്യാത്തത്. അതല്ല യൂസേ, ഈ നൈട്രജൻ ഫില്ലിങ്ങിലൊക്കെ അല്ല പഞ്ചർ കട ഞാൻ ഉദ്ദേശിച്ചത്. നൈട്രജൻ ഫില്ലിംഗ് ഉണ്ടെങ്കിൽ എന്റെ പുന്നാര യൂസുഫ് അലിയെ, ഇപ്പൊ ചൂട് കാലല്ലേ, റോഡൊക്കെ ഇങ്ങനെ തളച്ച് പൊന്തല്ലേ. അപ്പൊ ഈ നൈട്രജൻ ആകുമ്പോ വിഷയമില്ലല്ലോ. അതായത് കുറെ ഓടിക്കഴിഞ്ഞ് ടയർ ചൂടായി കഴിഞ്ഞാലും പൊട്ടിത്തെറിക്കൂലല്ലോ, തണുപ്പിച്ചൂടെ? പിന്നെ കാറ്റ് നിറഞ്ഞ ഓടുന്ന എത്ര വണ്ടിയിലെ ടയർ പൊട്ടിത്തെറിച്ച് ചൂടായിട്ട്. നിങ്ങളൊക്കെ ഏത് ലോകത്തെ ചങ്ങായിമാരെ ജീവിക്കണം? ഇത് കണ്ടോ, ചൈനയിലെ ഹൈവേ കൂടി കുറേ ദൂരം വാഹനം ഓടിക്കഴിഞ്ഞാൽ ടയർ തണുപ്പിക്കാനുള്ള സാങ്കേതിക വിദ്യ കണ്ടോ? ഇതാണ് കൂട്ടായിട്ട് ഞങ്ങളെ വിലക്കമ്മല് സാങ്കേതിക വിദ്യ. ഇതൊക്കെ ഞാൻ ഇഷ്ടം പോലെ കണ്ടുപോകണം. അതല്ലെങ്കിലും അങ്ങനെ തന്നെ കുട്ടേട്ടാ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓനക്ക് ഭയങ്കര പുച്ഛാണ്. അല്ല യൂസ്, ഇജ് എവിടുന്ന് ഈ സാധനം കണ്ടുക്കണ്? എവിടുന്നാന്നോ? അതെന്താ വിലക്കമ്മല ചോദ്യ? നമ്മളെ കേരളത്തിൽ നിന്ന്. എൻ്റെ പൊന്നാര ചെങ്ങായി, ഇങ്ങനെ നുണ പറയുകയാണെന്ന് ഞങ്ങൾക്ക് വേറെ ഏതെങ്കിലും സ്ഥലം പറഞ്ഞൂടെ? ഇതാണ് നിങ്ങൾ രണ്ടാളെയും പ്രശ്നം. നമ്മളൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കൂല. കേരളം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു പുച്ഛം. ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ടയർ തന്നെയല്ലേ വെള്ളത്തിൽ കൂടിയല്ലേ പോണത്. പിന്നെ കേരളം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ പുച്ഛം? എത്ര നന്നായിട്ടാണ് ഹൈവേ ഒന്നും വേണ്ട, ചെറു റോഡുകളിൽ പോലും അതിശക്തമായ ടയർ തണുപ്പിക്കുന്ന സംവിധാനമുള്ളത്. നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു പുച്ഛം.